കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരാൻ കാരണം സർക്കാരിന്റെ ഭാഗത്തുള്ള ഗുരുതര വീഴ്ച. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നതാണ് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരാൻ കാരണം. കുട്ടനാട്ടിലെ പ്രളയസമാനമായ അവസ്ഥയെക്കുറിച്ച് അറിയിക്കാൻ മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ പ്രതികരണമുണ്ടായില്ലെന്നും കുട്ടനാട് എംഎൽഎയുടെ പരാതി. കുട്ടനാടിനോട് സർക്കാർ കാണിക്കുന്ന പ്രതിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ഇറിഗേഷൻ എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചു. 2018 പ്രളയത്തിനു ശേഷം സർക്കാർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തോട്ടപ്പള്ളി അന്ധകാരനഴി വഴി കിഴക്ക് നിന്നെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യം ഒരുക്കണം എന്ന നിർദ്ദേശം വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം വരെ ഇത് കൃത്യമായി പാലിച്ചു പോന്നു. ഇതിനെതിരെ കരിമണൽ ഖനനം എന്ന് പറഞ്ഞ് UDF പ്രതിഷേധ സമരങ്ങൾ നടത്തിയെങ്കിലും കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മുന്നോട്ടു പോകുകയായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുട്ടനാട് ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. നിരവധി പാടശേഖരങ്ങൾ വെള്ളത്തിലായി. കുട്ടനാട്ടിലെ ജനങ്ങൾ ദുരിതത്തിലും. ഈ ദുരവസ്ഥ സർക്കാരിനെ ധരിപ്പിക്കാൻ കുട്ടനാട് MLA പലതവണ ബന്ധപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന് MLA റെജി ചെറിയാൻ പറയുന്നു. രാവിലെ ഞാൻ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ലിജു നമ്മുടെ ചാർജുള്ള മന്ത്രിയും വിളിച്ചു. അവരിപ്പം ക്യാബിനറ്റ് മീറ്റിങ്ങിലോട്ട് കയറുന്നു. അതിരാവിലെ കിട്ടിയില്ല. നിങ്ങൾക്ക് അങ്ങനെയും ഒരു ഇതുണ്ട്, കാരണം ആരും വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അവരോട് ഞാൻ പറഞ്ഞു ഞാനുണ്ട്, ഞാൻ എല്ലായിടത്തും ഓടിയെത്തുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളും എത്തുന്നുണ്ട്. അത് റോഡിൽ കൂടെ പോകാൻ പറ്റുന്നിടത്ത് റോഡിൽ കൂടെ പോകുന്നുണ്ട്. ഒന്നും കുഴപ്പമില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക. ഇതിനൊക്കെ നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയേ പറ്റൂ. 300 മീറ്റർ പൊഴിമുഖം തുറന്നാലേ കിഴക്ക് നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കടലിലേക്ക് പോകുകയുള്ളൂ. നിലവിൽ 100 മീറ്റർ പോലും തുറന്നിട്ടില്ല. മാത്രമല്ല, കിഴക്ക് നിന്നുള്ള മാലിന്യങ്ങൾ ബണ്ടിന്റെ ഷട്ടറുകളിൽ അടിഞ്ഞുകിടക്കുകയാണ്. ഇതും നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കുട്ടനാട്ടിലെ ജനങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാകാൻ കാരണമായെന്നും സലാം പ്രതികരിച്ചു. ഈ പ്രാവശ്യം അതിനാവശ്യമായ യാതൊരു കാര്യവും ഗവൺമെൻറ് ഭാഗത്തുണ്ടായില്ല. ഇവിടെ MLA-മാരുണ്ട്, ചാർജുള്ള മന്ത്രിമാരുണ്ട്, ജില്ലാ ഭരണകൂടമുണ്ട്. പക്ഷേ യാതൊന്നും ചെയ്തില്ല. ഇതുവഴി ഒഴുകിപ്പോകേണ്ട ജലത്തിൻ്റെ ഏതാണ്ട് 1/3 മാത്രമേ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇതാണ് കുട്ടനാട്ടിലെ ഇന്നത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം. ഇത് യഥാസമയം പൊഴി വീതിയിൽ മുറിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഈ വെള്ളം ഒഴുകി മാറാത്തത്. അതുകൊണ്ട് ഏത് റോഡായാലും കുട്ടനാട്ടിലെ വെള്ളം ഒഴുകിപ്പോയില്ലെങ്കിൽ ആ ജലനിരപ്പ് സ്വാഭാവികമായിട്ട് ഉയരുമല്ലോ. അപ്പോൾ ഇതാണ് അടിസ്ഥാനമായ കാര്യം. അതിപ്പോഴും ഗവൺമെൻറ് ചെയ്തിട്ടില്ല. കുട്ടനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM-ന്റെ നേതൃത്വത്തിൽ ഇറിഗേഷൻ എഞ്ചിനീയറുടെ ഓഫീസിൽ ഉപരോധ സമരവും നടന്നു. കൈരളി ന്യൂസ്, ആലപ്പുഴ.